ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠവും ആകട്ടെ. ആമേൻ. എൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. രക്ഷയൊക്കെ സ്വയം ഏറ്റെടുക്കുക, അനുഗ്രഹങ്ങളൊക്കെ അത് സ്വയം ഏറ്റെടുത്തേ. ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചേ, അത് ഹൃദയത്തിൽ സ്വീകരിച്ചേ. നമ്മളിൽ തന്നെ സകല ഇതും ദൈവം നമ്മളിൽ വസിച്ചത് നമ്മളെ സ്വയം പര്യാപ്തത നേടിക്കുക. ഇപ്പം മക്കളൊക്കെ വലുതാകുമ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് പണിയെടുത്ത് അങ്ങനെയൊക്കെ ജീവിക്കുമല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ സകലത്തിലും മതിയായവരാവുക. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൾ. അപ്പം എന്നെ മിടുക്കിയാക്കാനാണ് സ്വർഗീയ അപ്പനോട് യേശപ്പൻ മധ്യസ്ഥയാഴ്ച പരിശുദ്ധാത്മാവിനെ തന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വരുമ്പോൾ പിതാവും പുത്രനും ആ ദിവ്യ സാന്നിധ്യവും നമ്മളോടൊപ്പം കാണും, സ്വർഗം നമ്മളോടുകൂടെ കാണും. അപ്പോൾ നമ്മൾ സകലത്തിലും മതിയായവരാകും യേശുക്രിസ്തു മുഖാന്തരം. ബുദ്ധി ജ്ഞാനം ഒക്കെ നമുക്കുണ്ടാകും, സുബോധം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മെയിൻ പ്രാർത്ഥന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധമാക്കണ്ടേ, നമ്മളെ ഒന്ന് നിർമ്മലീകരിക്കണ്ടേ, നമ്മൾ വിശുദ്ധരാകണ്ടേ. ഇതെല്ലാമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് വസിക്കൽ നടക്കൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഓർത്തു, ഞാൻ ഇങ്ങനെ നമ്മൾ ശരിയായിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു സുവിശേഷമൊക്കെ പറയാൻ ഞാൻ ഓർത്തു, ആദ്യം ഞാൻ വചനം പാലിക്കുന്നവളായിട്ട് ഞാൻ സുവിശേഷം പറയുള്ളൂ. ഇങ്ങനെ വചനം പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനത് പാലിക്കാണ്ട് ഞാൻ നോക്കിയിട്ട് എൻ്റെ സ്വഭാവമൊക്കെ, എൻ്റെ ജഡസ്വഭാവമൊക്കെ മാറ്റാൻ എനിക്കൊന്നും പെട്ടെന്ന് സാധിക്കില്ല. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അത് ക്രമോചിതമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പണിത് വിശുദ്ധയെ നിഷ്കളങ്കിയാക്കും. അപ്പോൾ നമ്മൾ ദൈവമേ, എനിക്ക് ഇന്ന കുറവുണ്ട്, അങ്ങയുടെ ആത്മാവിനെ തന്നെ എന്നെ സഹായിക്കണേ. എൻ്റെ കുറവുകളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പാപങ്ങളും എല്ലാം അങ്ങ് സമർപ്പിക്കുക. നമ്മുടെ ഭാരങ്ങൾ അതൊന്നും നമ്മൾ കൊണ്ടു നടക്കണ്ട, അത് ദൈവത്തിനെ ഏൽപ്പിക്കുക. നമ്മളെ ശുദ്ധമാക്കും ദൈവം. അപ്പോൾ അങ്ങയുടെ ആത്മാവിനെ തന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് സകല കാര്യത്തിലും നമ്മളെ സഹായിക്കും. ഒരു കാര്യസ്ഥൻ സഹായിക്കണ പോലെ, കാര്യസ്ഥനെ പോലെ അല്ല കേട്ടോ, കാര്യസ്ഥനെ പോലെ അല്ല, ദൈവമാട്ടോ. അത് ആ ട്രാൻസ്ലേഷനിലെ മലയാളത്തിലെ വാക്കിൻ്റെ കുഴപ്പമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ യേശുബ്രാൻ പറഞ്ഞിട്ട് എന്നെ എന്ത് വേണേലും പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പറഞ്ഞാൽ എങ്ങനെ എന്ന് പറഞ്ഞില്ല. അന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവും പുത്രനും എല്ലാം ഉണ്ട്, അതിൽ സ്വർഗം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ബലമേറിയ കരക്കീഴിൽ താണിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്നുള്ള അഹംഭാവത്തിനെ മാറ്റുക. അതാണ് ഏറ്റവും പാട്. ഇപ്പം നമുക്ക് ഒരു പള്ളിയിൽ എന്തോരം അകലെയുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം, നമുക്ക് പെരുന്നാൾ നടത്താം, നമുക്ക് 50 ദിവസമൊക്കെ വേണമെങ്കിൽ നോമ്പ് നോക്കാം. ഇതൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കും. ഇതൊന്നും ദൈവം ആഗ്രഹിക്കണില്ലെന്നേ. നിൻ്റെ ഹൃദയത്തെ ഞാൻ ആഗ്രഹിക്കണേ, ഹൃദയം ശുദ്ധമാക്കി യേശുപ്പൻ്റെ വചനം പ്രമാണിക്കാനാണ് പറഞ്ഞത്. അത് നമുക്ക് സാധിക്കില്ല. അതിൽ കൂടിയാണ് നമ്മൾ ദൈവത്തിട്ട് യേശുബ്രാൻ പറയണ്ടല്ല, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന്. അതെന്താ? ആ വചനത്തിൽ കൂടി, യേശു എന്ന് പറയുന്നത് വചന, അതാണ് വഴി. അപ്പോൾ പിതാവിട്ടുള്ള വഴി ആ വചനം പാലിക്കുമ്പോഴാണ് ക്ലിയർ ആകണേ. അപ്പോൾ അതിനാ പാട്. ബാക്കിയെല്ലാം പിന്നെ യേശുബ്രാൻ തന്നെ പൈസ ഉണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാൾ നടത്താം, അവിടെ കൊണ്ടുപോയി അത് ദാനം ചെയ്യാൻ. ഇതൊന്നും നമ്മുടെ അല്ല. നമുക്ക് ഓരോന്നും തന്നത് നമുക്ക് എല്ലാം യേശുവിൻ്റെ നമുക്ക് ദൈവത്തിൻ്റെ ഉള്ളത് ഉള്ളൂ. നമ്മളതെടുത്ത് സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മളോട് പറഞ്ഞേക്കണം നമ്മളും ജീവിക്കുക, മറ്റുള്ളവർക്കും കൊടുക്കാനൊക്കെ ആട്ടോ പറഞ്ഞേക്കണം, തന്നേക്കണമൊക്കെ. യേശുപ്പ അങ്ങനെയുള്ളവർക്ക് ആ ഒഴുകണേ എന്നല്ലേ പറഞ്ഞ കാശ്. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നവർക്ക് അവൻ്റെ കയ്യിൽ കൊടുത്താൽ അവൻ മറ്റുള്ളവർക്കൂടെ കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒത്തിരി കൊടുക്കുമെന്നല്ലേ പറയണത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായത് കാരണം അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം വേണം. നിങ്ങൾക്ക് മക്കൾ ഉയർച്ചയിലെത്തണോ, ഒരു കാര്യം ചെയ്തു, എല്ലാ മക്കളെ അറിയുന്ന എല്ലാ പിള്ളേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ പൗലോ കുഞ്ഞ് ക്രിസ്തുയേശു ലോകപ്രശസ്തനാകാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മക്കളും ലോകപ്രശസ്തരാണ്, ഞാനും ആകണം, എല്ലാം ആകണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. എപ്പോഴും പൗലോ കുഞ്ഞിനെ എല്ലാ കടവൻ്റെ എല്ലാ പിള്ളേരെയും യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുയേശുവിൽ അവർ ലോകപ്രശസ്തരാകട്ടെ എന്ന് ഹൃദയം കൊണ്ട്, പൂർണ്ണ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ പൗലോ കുഞ്ഞ് ലോകപ്രശസ്തനാകും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ നിയമം. അങ്ങനെയാണ് യേശുബ്രാൻ്റെ നിയമം. അതാ നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം.
എല്ലാ കാര്യവും അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി വഴിപാട് എവിടെ ദൈവം തന്നെ പൈസ എടുത്തിട്ട് ഇച്ചിരി ഇട്ടു വല്ല കാര്യമുണ്ടോ? ഉപവസിക്കുക, എന്നാ ഉപവസിക്കണം? ഇറച്ചിയും മീനും തിന്നാണ്ട്, അല്ലെ ഒരു ദിവസം പട്ടിണി ഇരുന്ന് നമ്മുടെ കാര്യം നേടാൻ ഈ സിന്താവ് വിളിക്കില്ലേ? അല്ലാണ്ട് ഉപവസിക്കണേ എങ്ങനെയാണ് ശരിക്കും ഉപവസിക്കണേ? ആ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കാണ്ടിരുന്നാൽ നമുക്ക് ഉറക്കം തൂങ്ങാണ്ട് കോൺസെൻട്രേഷനും കിട്ടും, നമ്മുടെ ശരീരത്തിനും അത് നല്ല. അങ്ങനെയല്ല നമ്മൾ ഓരോ കാര്യം, എൻ്റെ കൊച്ചിന് പരീക്ഷയാണ്, ഞാൻ ഒരാഴ്ച ഉപവസിച്ചേക്കാം, ഞാൻ ബൈബിൾ വായിച്ചിട്ട് ശയ്യ 54 58 ഉപവാസത്തിനെ പറ്റിയുണ്ട്. ഇതൊന്നും കാര്യമില്ല. ഉപവസിക്കണ പുറത്തറിയരുതെന്നാണ് പറയണേ. അതുപോലെ എന്ത് കൊടുത്താലും പുറത്തറിയരുതെന്ന് പറയണേ. നമുക്ക് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ നിന്ന് പ്രതിഫലം കിട്ടി, ദൈവത്തിൻ്റെ ഇന്ന് കിട്ടൂല. എന്ത് ചെയ്യുമ്പോഴും മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന പോലെ പ്രവർത്തിപ്പീൻ, അവകാശം എന്ന പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മളൊന്നും മാറണം. നമുക്ക് 2024 നമുക്കൊരു ഭൂമിക്കൊരു അനുഗ്രഹമായി മാറാം. നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുടുംബത്തിന് നമ്മൾ അനുഗ്രഹമാകും. നമുക്ക് ക്രിസ്തു യേശുവിനെ ഫോളോ ചെയ്യാം. നമ്മുടെ ലോകത്തിൻ്റെ മതമൊന്നും നോക്കണ്ട, ലോകത്തിൻ്റെ ചരിത്ര പുരുഷനല്ലേ. എന്തൊരു സ്നേഹത്താണ് നമ്മളെ സ്നേഹിക്കണം. നമ്മളങ്ങോട്ട് അറിയാത്ത കാലത്ത് നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കണതാണ്. അപ്പോൾ നമ്മൾ ആ സ്നേഹത്തിൽ യേശപ്പനെ ഫോളോ ചെയ്യുക. നമ്മൾ വചനം വായിച്ചിട്ട് തുടങ്ങാവേ. നമുക്ക് തന്നെ ഇവിടെ ലൂക്കോസ് 10:19 പറയാം, പാമ്പിനെന്തികളിനെ സാത്താൻ്റെ സകല ശക്തിയെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തിയില്ല. എല്ലാവരും പറയും അയ്യോ അസുഖമുള്ളവനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് അസുഖം വരും. ചുമ്മാ പൊട്ടത്തരാട്ടോ. ഇവിടെ വചനം പറയും, ആകാശം ഭൂമിയും മാറിപ്പോയാലും വചനം. കാരണം എന്നാ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. യോഹന്നാൻ 4:4. നമുക്കൊന്നും സംഭവിക്കൂല. കാരണം എന്ന് വെച്ചാൽ ദൈവം പറയുക നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. ദൈവത്തിനെ സഹായിക്കാൻ ഒരു കരം വേണം, ഒരു നാവ് വേണം. അപ്പോൾ നമ്മൾ പറയണ്ടേ ലോകത്തിൽ പാമ്പിനെന്തികളിനെ സാത്താൻ്റെ സകല ശക്തിയെ വചനം എന്ന വാളെടുത്ത് വെട്ടണം. പിശാചി ചിന്തകളിലെ കൊണ്ടുപോനെ നിനക്ക് ഇന്ന പോലെയാണ്. അപ്പോൾ പോയി പണി നോക്കാം. എൻ്റെ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായുള്ളൂ. അപ്പോൾ വചനം എന്ന വാളെടുത്ത് വെട്ടി. ഒരു പ്രശ്നം മനസ്സിൽ ഭയങ്കര ടെൻഷൻ കയറുക. അപ്പോൾ ഓർക്കണം, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിൻ്റെ ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തു യേശു കാത്തോളൂ. ആമേ. ആ തോന്നിയ ചിന്തേനെ ക്യാൻസലാക്കി ഈ ദൈവത്തിൽ ആശ്രയം വെച്ചു. ഇങ്ങനെ വചനം എന്ന വാളെടുത്ത് വെട്ടണം. നമുക്കെല്ലാത്തിനും അധികാരം നൽകിയിട്ടുണ്ട്. നമ്മൾ യേശുവിൻ്റെ പ്രിയപ്പെട്ട മോളാണ്. യേശു ക്രിസ്തു അങ്ങനെയാണ്, വചനം കൊണ്ടാണ് ജീവിച്ചത്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോട്ടോ. വചനം കൊണ്ട് ആത്മീയമായിട്ട് വളരാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാര്യമൊക്കെ ആട്ടോ ഞാൻ പറഞ്ഞേ. അപ്പോൾ നമുക്ക് 2024 നമുക്കൊരു ഭൂമിക്കൊരു അനുഗ്രഹമാകാം. നമുക്ക് നമ്മളെ തന്നെ, ഞാൻ എന്ന് പറഞ്ഞാൽ അഹംഭാവത്തിനെ മരിപ്പിക്കാം. ഞാനാവുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആശ്രയം വയ്ക്കാം പൂർണ്ണമായിട്ടും. ഒരു കാര്യത്തിലും നമുക്ക് മഹത്വം എടുക്കേണ്ട, കംപ്ലീറ്റ് യേശുപ്പൻ്റെ മഹത്വത്താൽ നമ്മൾ ജീവിക്കണേ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെ ആട്ടോ. മുടി ഇതേ കൊത്തണ്ടോ. ഞാനൊക്കെ എൻ്റെ മുടിയിൽ ഇപ്പോൾ ഇന്ന് കഴുകി വല്ല ആഴ്ചയിൽ ഇത് കഴുകുമ്പോൾ എനിക്ക് ഇങ്ങനെ ആഴ്ച വല്ല 2 ദിവസമൊക്കെ കഴുകാറുള്ളൂ. എനിക്ക് മുടി ഇങ്ങനെ കഴുകുമ്പോൾ ജലദോഷം മനോലൊരു ഫീലിങ്സ് അതേ കണ്ടോ. മുടി ഇങ്ങനെ ഒഴുകി കിടന്നുള്ളൂ. എന്തൊരു ഡ്രൈ സ്കിന്നും ഹെയറും എൻ്റെ എന്നറിയാവോ. ഇത് കരാട്ടിനെ ഇപ്പം ചെയ്യണം. കാരണം എപ്പോഴും കളറ് ചെയ്യുമ്പോൾ ഈ ഭയങ്കര ഡ്രൈനെസ്സും, നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈനെസ് വരും. അപ്പോൾ നമുക്ക് മുടി ഇങ്ങനെ സിൽക്കി ആയിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ട് ഇങ്ങനെ ഗ്ലാമറിൽ കിടക്കണമെങ്കിൽ നമ്മൾ കരാട്ടിൻ ചെയ്യണം. കരാട്ടിൻ്റെ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിക്സ് നമ്മൾ ഏറ്റവും അപ്ഡേറ്റ് ആട്ടോ നമ്മൾ ചെയ്യണേ. അതിന് അതിൻ്റേതായ ഗുണമുണ്ട്. പണ്ടത്തെ കരാട്ടിന് ഒത്തിരി എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റിന് അതിൻ്റേതായ അത്രയും കെമിക്കൽ കുറവാണ്. അപ്പോൾ അത്രയും സൂപ്പറുമാണ്. 5-8 മാസത്തോളം ആഫ്റ്റർ കെയറും യൂസ് ചെയ്ത് ആഴ്ച 2 പ്രാവശ്യം തലയും കഴുകി ഇങ്ങനെയൊക്കെ നടന്നാൽ ഒരു 8 മാസത്തോളം കിട്ടും. പിന്നെ മുടിക്കൊരു ചെറിയെന്ന് വന്ന കൊച്ച് രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ അതിനെ ഇവിടെ ഒരുക്കി, അതിൻ്റെ ആങ്ങളയുടെ കല്യാണം. ആ കൊച്ചിൻ്റെ മുടി കണ്ടിട്ട് ഞാൻ വണ്ടടിച്ചു. പണ്ടിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരുന്നപ്പോൾ മുടി കരാട്ടിൻ ചെയ്ത് അടുപ്പിച്ച് 2 പ്രാവശ്യം ചെയ്തു. ഇങ്ങനെ ഒരു വേഴ്സായിട്ട് എന്ത് ഭംഗിയിൽ ആ മോക്കടെ മുടി കിടക്കണേ. അപ്പോൾ ചുരുണ്ട മുടിക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു വളവ് ഇങ്ങനെ അട്രാക്റ്റീവായിട്ടൊരു ഇങ്ങനെ കിടക്കില്ല, അതുപോലെ വരും. അപ്പോൾ ചുരുണ്ട മുടിക്കാരെല്ലാം ഇങ്ങനെ കരാട്ടിൻ ചെയ്താൽ മതി. ഹെയർ ലാക്സിങ് ചെയ്യുന്നവർക്ക് അത് ചെയ്തു തരാം കേട്ടോ. ഓളിയം തോന്നിക്കണേ അങ്ങനെയൊക്കെയുള്ളവർ ഹെയർ ലാക്സിങ് ചെയ്യുക. എന്തായാലും ഈ പൂടെയൊക്കെ പൊങ്ങിയ അത് നമുക്ക് ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിടെ ഭയങ്കരമായിട്ട് നമ്മളെ ആളെ മാറ്റിമറിക്കും. അപ്പോൾ പല്ലും നല്ല മുടിയും നല്ലത് മുക്കാൻ നന്നായി.
അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഒരു ലിപ്സ്റ്റിക്ക് തൊട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ദൈവം തന്നതിനെല്ലാം വിലയേറിയതായിട്ട് കരുതുക. അപ്പോൾ അതുപോലെ തന്നെ ഫേഷ്യലൊക്കെ സെറിനൈറ്റിൻ്റെ ഫേഷ്യലിനൊക്കെ ഓർഡർ കൊടുത്ത് കുറേ വന്നെന്ന് വെച്ചാൽ ഒത്തിരി വിലയായിന്. ഞാൻ കുറച്ചെടുത്ത് വയ്ക്കും, കാര്യം ബോംബെയിൽ നിന്ന് വന്നം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സെറിനൈറ്റിൻ്റെ ഗോൾഡൻ ഫേഷ്യൽ ഇപ്പോൾ എന്താ ഡിമാൻഡെന്നറിയാമോ ഇവിടെ. നിങ്ങൾക്ക് ഈ കുത്തൊക്കെ ഇല്ല, ബ്രൗൺ കുത്ത്, ഈ പിഗ്മെൻറ്റേഷൻ, അതൊക്കെ ഒത്തിരി ഡിമാൻഡ്. ഞാൻ ജീവിതത്തിൽ 30 വർഷം നമ്മൾ പാർലർ തുടങ്ങിയിട്ടായെങ്കിലും ഇത്രയും ഫേഷ്യലുകൾ ചെയ്തിട്ടും ഇതുപോലെ മങ്ങണ കണ്ടിട്ടില്ല. പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറണേല്ല കേട്ടോ, മങ്ങിയേക്കണ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇത്രയും പെട്ടെന്നുള്ളൊരു നല്ല ഗുഡ് റിസൾട്ട്. അങ്ങനെ ഒത്തിരി നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ അതിൻ്റെ ക്ലീനപ്പൊക്കെ ഒത്തിരി സൂപ്പറാട്ടോ. അല്ല, ഞാൻ ഈ കുറേ നാൾ ഈ സെറിനൈറ്റിനേക്കാളും നല്ലത് വന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പെഡിക്യൂറും ഇതും ഫേഷ്യലും എല്ലാം ചെയ്യാനൊക്കെ പോരെ. പിന്നെ ഇപ്പം മേക്കപ്പ് ചെയ്യാൻ പോവുക, കല്യാണ കൊച്ചുണ്ട്. ഈ മാസം എല്ലാ ഞായറാഴ്ചയും കല്യാണമുണ്ട്. അതിൽ കല്യാണ കൊച്ച് ഒരുങ്ങാൻ വന്നിട്ടുണ്ട്. വൈകിട്ടത്തെ നാളെയുണ്ട്. അപ്പോൾ അടുത്ത ദിവസമൊക്കെ മേക്കപ്പിൻ്റെ എല്ലാം കൂടെ പിടിച്ചൊരു ദിവസം ഇടാം. അപ്പോൾ വേറെ എന്നാ വിശേഷം? അപ്പോൾ എല്ലാവരും എല്ലാം ബ്രാൻഡാണ് യൂസ് ചെയ്യണേ, ഒന്നും പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോരെ, നിരനിരയായിട്ട് യേശുവിൻ്റെ കൃപയാൽ എല്ലാം മനോഹരമായിട്ട് ചെയ്യാം. ആമേൻ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. ഈ മോക്കടെ മുടി കണ്ടോ, ഭയങ്കര നൈസായിട്ട് പുറകിൽ നോക്കിയാൽ കുഞ്ഞു കൊച്ചാ, ഒട്ടും മുടിയില്ല, നടുക്ക് മുടിയില്ല കേട്ടോ. 2 സൈഡിലും ഇറങ്ങിയിരിക്കുക മുടി, നടുക്കങ്ങ് ഒത്തിരി കയറിയിരിക്കണേ. അപ്പോൾ കൊച്ചിന് വലിയ വിഷമം. അപ്പോൾ മുടിയില്ലെന്നുള്ള വിഷമം മാറും. ഇപ്പം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യേ. പിന്നെ ആഫ്റ്റർ കെയറും യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനൊക്കെ കഴിച്ച് ഒരു 6-7 മാസം കഴിയുമ്പോൾ തല നിറച്ച് മുടിയാകും. അപ്പോൾ അടിക്കാൻ വരുമ്പോൾ ഈ കിടക്കണ മുടി ഏതാണ്ട് വൃത്തിയായിട്ട് വരും. പിന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാവേ, വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നേരത്തെ മുടി നിങ്ങൾ കണ്ടതാണല്ലോ. അങ്ങനത്തെ മുടികൾ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഈ മോള് തന്നെയല്ല ഒത്തിരി പേര്. ഒരു സോഫ്റ്റ് സിൽക്കി ഹെയറാ, അതിങ്ങനെ വളഞ്ഞൊക്കെ കിടക്കുകയും ചെയ്യും, മുടിയില്ലാത്ത പോലെ തോന്നുകയും ചെയ്യും. ഇതിപ്പോൾ ഇതിപ്പോൾ ഇപ്പം നോക്കതേ, ഇത്രയും മുടിയായില്ലേ, മുടിക്ക് ആവശ്യത്തിനുള്ളിലേ നോക്കിയതേ. ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ മുടി വല്ലതും വെച്ച് പിടിപ്പിച്ചിട്ടാണോ കാണിക്കുന്നത്? ഇത് കൊച്ചിൻ്റെ ഒറിജിനൽ തന്നെയാണോ? ഇപ്പം ആവശ്യത്തിന് മുടിയായി. ഇനി കൊച്ച് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ പറ്റുന്നുണ്ട്. മുടി അപ്പടി പൊട്ടിയൊക്കെ കുഞ്ഞു കൊച്ചാ. D3 മിക്കവാറും ഈ കൊച്ചിന് കുറവാകാൻ ചാൻസ്, വെയിലൊന്നും കൊള്ളാണ്ട്. പിന്നെ സിങ്കോവൈറ്റും ബയോട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടറെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ കെയർ കൂടെ യൂസ് ചെയ്യും. ഇപ്പം ഞാൻ തലയുടെ ഫ്രണ്ടിലും ഒക്കെ മുടിയില്ല, കുട്ടികളൊക്കെ. ഇങ്ങനെയുള്ള ഒത്തിരി പേര് രണ്ടാമത് അടിക്കാൻ വരുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങളുടെ തല നിറച്ച് മുടിയായത്. അതുപോലെ ഈ കൊച്ചും എന്നെ ഓർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറന്നു പോകും രണ്ടാമത് വരുമ്പോൾ അവരുടെ ആദ്യത്തെ അവസ്ഥ എന്നാന്നേ. 5-6 വർഷം കഴിഞ്ഞായിരിക്കും, അല്ല 6 വർഷമല്ല, സോറി ക്യാൻസലായിക്കോട്ടെ പറയാൻ, 6-7 മാസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ കൊടുക്കുകയല്ലേ എല്ലാവരും അടിക്കാൻ തന്നെ. അപ്പം ചുരുണ്ട മുടിയല്ലാത്ത കാരണം 6-8-9 മാസം കഴിയുമ്പോൾ വന്ന് അടിച്ചാലും മതി. അപ്പോൾ അന്നേരം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ആണ് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മുടി ഇതെല്ലാം ചെയ്താൽ നമുക്ക് മുടി ഉണ്ടാകും. നമുക്ക് എല്ലാവരും കൂടെ ആ മുടി ഇല്ലാന്നുള്ള ആ വിഷമമൊക്കെ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമുണ്ട്. മുടി പല്ലും നന്നായ മുക്കാൻ നന്നായെന്ന് ഏതാണ്ടല്ലേ പഴമൊഴി. അപ്പോൾ നമുക്ക് ഇതെല്ലാം ശരിയാക്കാനുള്ളൂ. പല്ല് കെട്ടിക്കാനുള്ള ഇതുണ്ട്, മുടി ഇങ്ങനെ ആക്കാനും. മുടി ഇവിടെയൊക്കെ ദൈവം ഞാനൊക്കെ എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യണം. ഇവിടെ ഫ്രണ്ടിലൊക്കെ മുടിയില്ലേ, നമുക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കും കേട്ടോ. ഒരു മനുഷ്യനെ പ്രായം തോന്നിക്കുന്ന ആ ഫോട്ടോസില്ലേ നമ്മുടെ ഇങ്ങനെ എങ്ങും അല്ലാത്തതും ഒക്കെ കാണിക്കില്ലേ കമ്പ്യൂട്ടറിൽ, അതിങ്ങനെ അവരിവിടുത്തെ മുടി കുറയ്ക്കുമ്പോഴാണ് ആ മുഖത്തിന് 2 ചുടുവിടാൻ, അങ്ങനെയാണ് പ്രായം തോന്നിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഓർത്തോണം. നമുക്ക് പ്രായം വെക്കാണ്ടിരിക്കാൻ, അപ്പോൾ ചുടു വരാണ്ടിരിക്കാൻ ഫേഷ്യൽ ചെയ്യാൻ വരിക. മുടി എപ്പോഴും മസാജ് ചെയ്ത് വിറ്റാമിൻ ഗുളി കഴിക്കുന്നത്. ഇപ്പോൾ 1 മാസമായിട്ട് എനിക്ക് നീർക്കെട്ടൊക്കെ കയറി ഞാൻ വിറ്റാമിൻ ഗുളിയൊക്കെ കഴിക്കാൻ ഇപ്പോൾ എൻ്റെ മുടി കൂടുന്നു. ഇനി ബയോട്ടിനൊക്കെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ട്, കഴിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ മുഖത്തിലൊക്കെ നല്ല രസമുണ്ട്. മുഖമൊന്നും കാണിക്കാത്ത ആള് നന്നായിട്ടുണ്ട്, നല്ല രസമാണ്. അപ്പോൾ ഇനി നമ്മൾ ഒത്തിരി ഇങ്ങനെ ഒട്ടാണ്ടിരിക്കാനൊക്കെ മാത്രം ട്രൈ ചെയ്ത ഇതൊക്കെ ഇത്രയും വികസിപ്പിക്കാനൊക്കെ ഒത്തിരി ട്രൈ ചെയ്തു കേട്ടോ. തലയോട്ടിയിൽ ഇത് കൊണ്ട് കണ്ടോ, തലയോട്ടിയിലൊക്കെ ഇത് നിറച്ചത് വേണ്ട മുടിയായി. ആദ്യം കണ്ട മുടിയാണ്. ആദ്യം എപ്പോഴും തലയോട്ടി കാണാൻ പാടാണെന്ന് നോക്കിയത്. അപ്പോൾ ഒത്തിരി നേരം എടുത്താൽ ഒത്തിരി ഇങ്ങനെ ട്രൈ ചെയ്താൽ കൊച്ചിൻ്റെ ചെയ്തേ. അപ്പോൾ ഇങ്ങനെ മുടിയില്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. ഞാൻ ഓർക്കും എൻ്റെ മുടി കമ്പനിയിൽ നിന്ന് ചെയ്യാൻ വന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഫ്രണ്ട് ഒട്ടിപ്പോരുത് എന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് മലയാളം അറിയാൻ വന്ന് എനിക്കറിയാവോ, ഒട്ടിക്കാനാണ് ഏതാണ് കേട്ടതെന്ന് തോന്നുന്നു. ചപ്പി ഇപ്പോഴാണ് ഒന്ന് പൊങ്ങി തുടങ്ങി.
എനിക്കാണെങ്കിൽ നമുക്കിടെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം ഒട്ടാണ്ടിരിക്കാൻ എന്തെല്ലാം പദ്ധതി നമ്മുടെ യേശുബ്രാൻ തന്ന ബുദ്ധി ഉപയോഗിച്ച് അതും ഇതുമൊക്കെ കാണിച്ചാണ് നമുക്കിടെ അധികം ഫ്രണ്ട് ഒട്ടാണ്ട ചെയ്യാറ്. അപ്പോൾ ആൾക്കാർ ഫ്രണ്ട് കാണിക്കാത്തത് ഞാൻ മുഖം കാണിക്കണില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പറയുള്ളൂ. അല്ലേലും ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു, വലിയ സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ മുടി കുറവുണ്ടെന്ന് ഓർത്ത് വിഷമിച്ച് ആരും ഇരിക്കണ്ട, എല്ലാം യേശുബ്രാൻ പരിഹാരം തന്നിട്ടുണ്ട്. അപ്പോൾ മുടി ചെയ്യാനുള്ളവരെല്ലാം ഇങ്ങനെ പോരെ, യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. ശരി. ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് കണ്ടോ, ഇപ്പം ഈ ഡ്രസ്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായോ? രണ്ടുപേരും ഉണ്ട് കേട്ടോ, മറ്റേ ആളെ കൂടെ പിടിച്ച് നിർത്താട്ടോ, അല്ലെങ്കിൽ ഒരു മുടി തന്നെ സെയിം നീളവും വലുപ്പം ഒക്കെ. ഇപ്പൊ പരസ്യത്തിന് വെള്ള മതി. ഇതിൻ്റെയൊക്കെ മുടി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒത്തിരി തിക്കുണ്ടായിരുന്ന അസാധ്യ ഭയങ്കര ഷോർട്ടായിട്ട് ഇങ്ങനെ വെട്ടും ഇങ്ങനെ പെട്ടെന്ന് വളർന്നെയാന്ന് പറഞ്ഞത്. D3 ഭയങ്കരമായിട്ട് കുറഞ്ഞ് അങ്ങനെ മുടി അപ്പടി പോയതല്ലേ. അത് കഴിഞ്ഞ് വിറ്റാമിനൊക്കെ കഴിച്ചപ്പോൾ ഉണ്ടായതാന്നാണ്. ഭയങ്കര തിക്ക് ഹെയറിൻ്റെ ഇതാ. പിന്നെ ഇത് ഒന്നും പ്രശ്നമല്ലാത്ത ആളാണ്. എപ്പോഴും വെട്ടുമെന്ന് പറഞ്ഞാൽ വെട്ടണ മുടി നല്ല മുടി ഉണ്ടാവും. എന്നിട്ടും ഇതിന് ഒത്തിരി പൊട്ടലുണ്ട് കേട്ടോ. പൊട്ടിയ മുടി ഒത്തിരി ഉണ്ട്, കുഞ്ഞു മുടി ഒത്തിരി വളർന്നു വന്നുണ്ട് ഇങ്ങനെ ഒത്തിരി. അപ്പോൾ ആ തിക്നെസ് കണ്ടോ, ആൾക്കറിയാം കഴിക്കുമ്പോഴും വെട്ടിയാലും വളരും, വിറ്റാമിൻ കഴിച്ചാലും മുടി ഉണ്ടാവും എന്നുള്ള ബോധ്യം വന്നാൽ പിന്നെ മനുഷ്യർക്ക് ഭയക്കണ്ട. ഇതൊക്കെ മുടി എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മൾ ചിലര് മാനസികമായിട്ട് എന്തുമാത്രം ടെൻഷനാണ്. മുടി പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ യേശുവെ ഒരു കൊച്ചിവിടെ വന്നപ്പോൾ ഒരു കൂടുതൽ എനിക്ക് മുടി കാണിച്ചു തരിക. അതിലേക്ക് നോക്കിയിരുന്ന് നമ്മൾ ടെൻഷൻ അടിച്ച് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയല്ലേ ചെയ്യണ്ടേ മുടി പോണേന്. അപ്പോൾ എന്നിട്ട് ഞാൻ വന്ന് എൻ്റെ ആൻറ്റി ചെയ്യേണ്ട എൻ്റെ മുടി എപ്പിടി പോകുമോ, നമ്മൾ അപ്പോൾ തന്നെ ഡോക്ടറെ കാണാം, ഇന്നപോലെ പരിശോധിക്കും. ഞങ്ങൾ സ്പായും ചെയ്ത് കിട്ടും. അപ്പോൾ ആ കൊച്ചിൻ്റെ മുടിക്ക് ഒത്തിരി നമ്മൾ അതിൻ്റെ മനസ്സിൻ്റെ രീതി അപ്പടി എപ്പോഴും വീട്ടിലുള്ളവർ നിൻ്റെ മുടി എപ്പിടി പോവുക ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പേടിക്കരുത്. അതിന് എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. മുടി ഊരുവാങ്ങിയപ്പോൾ ആരോഗ്യ പ്രോബ്ലം എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമ്മൾ മൾട്ടി വിറ്റാമിൻ കഴിക്കണം. ഡോക്ടറെ കണ്ടിട്ട് കഴിക്കുന്നവർ അങ്ങനെ കഴിക്കുക, വെച്ചോണ്ടിരിക്കല്ലേ. അത് ഇത് പെട്ടെന്ന് ഉണ്ടാകും, തിരിച്ചതുപോലെ ഉണ്ടായിക്കോളും. പനങ്കല പോലെ പണ്ട് മുടിയായിരുന്നേ പനങ്കല തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് മനോഹരമായ കാഴ്ച കണ്ടോ, ഇഷ്ടപ്പെട്ടോ? 10 വർഷം മുമ്പ് പണ്ടതാണ്ട് ചെയ്താന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ കാണിച്ചാൽ മതി കേട്ടോ. 2 സെയിം ചേട്ടത്തി കെട്ടിയാട്ടോ, ദൈവകൃപയാല് നല്ല ചേട്ടനും അനിയനും കെട്ടിക്കൊണ്ട് വന്നാൽ 2 പേരും കണ്ട ചേട്ടത്തി എനിക്കാൻ തോന്നും. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപയല്ലേ. അപ്പോൾ ഇങ്ങനെ അവര് 2 പേരൂടെ നിൽക്കുന്നു. ഞാനല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കാൻ നോക്കൂലേ, സെയിം ഡ്രസ്സായിട്ടേക്കട്ടെ. അത് കാരണം എനിക്ക് കൺഫ്യൂഷൻ വന്നേ, കാണിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞത് കണ്ടോ. 2 പേരുടെ മുടിയുടെ നീളവും ഒക്കെ സെയിം അല്ലേ നോക്കി. അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നാലോ എന്നോടാ ഞാൻ 2 പേരെ ഒന്നിച്ച് നിർത്തിയത്. അയ്യോ, അപ്പം ശരി എന്നാ. ഈ മുടി ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അടിപൊളിയായിട്ടില്ലേ? എന്ത് ഭംഗി. പരസ്യത്തിനെ വെല്ലണ പോലെ ആകുമെന്ന് പറഞ്ഞില്ലേ? ഇത് ഇങ്ങോട്ട് നോക്ക്. ഹെയർ ലാക്സിങ്ങാണ് ചെയ്തേക്കണേ. സൂപ്പറായിട്ടുണ്ട്, സോഫ്റ്റായിട്ട്. ഈ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്നാ വെച്ചാൽ നമുക്ക് മുടിനെ പറ്റി ഓർത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയൊക്കെ എടുക്കും, ഇങ്ങനെ ഒന്ന് തല കുലുക്കി ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മുടി ഹെയർ മേക്ക് ഓവറായി. പക്ഷെ ഇടയ്ക്കൊന്ന് മസാജ് ചെയ്ത് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. തലയോട്ടിക്കൊരു ബ്ലഡ് സർക്കുലേഷൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്യില്ല. അതാണ് ഏറ്റവും സമയം ലാഭം. മുടിയെ തൊടുമ്പോൾ ഇങ്ങനെ ഒഴുകി കിടക്കണോ, മുടിക്കിങ്ങനെ ഭയങ്കര രസമായിട്ട്. അതൊക്കെ നമുക്കൊരു ഭയങ്കര നമുക്കൊരു എന്ത് സുഖമാണ്. നമുക്കുടെ സമയം എന്തുമാത്രം ലാഭം. മുടിമണിയിലാണ് എല്ലാവർക്കും എന്തോ ഒരു സമയം പോണേ. ഇതൊരു ഭംഗിയിലെ കിടക്കണേ നോക്കി. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആരും മുഖം കാണിക്കാത്ത കാരണം എന്താ പറയണതെന്ന് അറിയാൻ പാടുള്ളൂ. എന്നെ ആയാലും ഇത് ഇഷ്ടപ്പെടാണ്ട് എങ്ങനെ ഇരിക്കൂല്ലേ? അപ്പം ഇനി ആഫ്റ്റർ കെയർ ഒക്കെ പറഞ്ഞ് ചാട്ട കയറ്റിയിട്ടുണ്ട്. അതുകൂടാണ്ട് ആഫ്റ്റർ കെയർ പോലത്തെ തന്നെ സംഭവമാട്ടോ മൾട്ടി വിറ്റാമിൻ കഴിക്കണേ. അത് കഴിച്ചാൽ വിറ്റാമിൻ ഗുളികയുടെ ചെന്നാൽ ആ പനങ്കൊല നമ്മൾ പറഞ്ഞിട്ടില്ലേ, പനങ്കൊല പോലെ ആകുമെന്ന്. നിങ്ങൾക്ക് പണ്ട് എങ്ങനെ മുടി ഉണ്ടാകുന്നു ആ ലെവലിലേക്ക് നമ്മൾ വിറ്റാമിൻ ഗുളിക കഴിക്കുമ്പോൾ നമുക്കിടെ പഴയ ലെവലിലേക്ക് മുടി ഉണ്ടാവും. ഏകദേശമൊക്കെ ആ ഇതിലേക്ക് വരും. അപ്പോൾ അതേ എനിക്കിപ്പോൾ ഈ പ്രായത്തിലും, ഈ പ്രായം ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും 33 വയസ്സെന്നാണ് പറയുള്ളൂ. ഈ പ്രായത്തിൽ എനിക്ക് ഇതുപോലെ മുടിയില്ലേ, ഞാൻ എപ്പോഴും വിറ്റാമിൻ ഗുളിക കഴിക്കില്ലേ.
അപ്പോൾ അപ്പോൾ ദേ വിറ്റാമിൻ ഗുളിക, മുട്ട, എണ്ണ തിന്നില്ലാത്ത എല്ലാം തിന്നും ഞാനൊക്കെ. ഇലക്കറി പച്ചക്കറി കഴിക്കാനാണ് മടി. അപ്പോൾ മുടി ആരോഗ്യം, ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ ഇതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. മുടിയൊക്കെ ഇപ്പം ചെയ്ത് ഇങ്ങനെ ഇടുക, നമുക്ക് കോൺഫിഡൻസ് കൂടും. നമ്മൾ മുടിയൊക്കെ ചെയ്ത് കണ്ണാടിയൊക്കെ നോക്കി നമ്മൾ വെൽ ഡ്രസ്ഡായി പല്ല് മുടിയൊക്കെ ശരിയാക്കണം. ഞാനിങ്ങനെ എല്ലാവരോടും പറയും, പല്ലൊക്കെ ശരിയാക്കുക. നമ്മുടെ കാശ്, നിന്റെ അധ്വാനഫലം നീ ഭക്ഷിക്കുമെന്ന് പറയണേ. മക്കളെയൊക്കെ പഠിപ്പിക്കുക, അവരൊക്കെ അധ്വാനഫലം കൊണ്ട് അവർ ജീവിക്കട്ടെ. നമുക്കിന്ന് ലോകം മുഴുവൻ ടൂറ് പോവുക, എൻജോയ് ചെയ്യുക, നല്ല ഡ്രസ്സ് എടുക്കുക, അതൊക്കെ ഇതൊക്കെ ഒരു സുവിശേഷാട്ടോ. നമ്മുടെ കയ്യിലെ പൈസ ഭൂമിയിലെ പലർക്ക് ചെലവഴിക്കുമ്പോൾ പല രീതിയിൽ മനുഷ്യർക്ക് അനുഗ്രഹമല്ലേ. ഇതൊക്കെ എനിക്കറിയാമെങ്കിൽ എനിക്ക് ഇച്ചിരി പിശുക്കൊണ്ടത് മാറാനും നിങ്ങൾ പ്രാർത്ഥിച്ചാലേ എൻ്റെ പിതാവ്. അപ്പോൾ ശരി എന്നാ. അപ്പോൾ മുടിയുള്ളവരെല്ലാം വേഗം പോരെ. ഈ മോക്കട ഹെയർ മേക്കോറിന് വന്നാണേ. ഓണത്തിനാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മാസമല്ലേ ആയുള്ളൂ. 6 മാസമായുള്ളൂ. തലേന്ന് കിളുത്ത് വരുന്നത് ഇത്. പക്ഷേ ഈ മുടി കണ്ടിട്ട് ഞാൻ സംതൃപ്തിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല. അപ്പം കേൾക്കാത്തവർക്ക് അവനവനുള്ള മുടി തന്നെ പിന്നെയും വരുള്ളൂ. എനിക്ക് ഓരോരുത്തർ ചെയ്തിട്ട് വരുമ്പോൾ തലേന്ന് കിളുത്ത് വന്നത് കാണണം. നമ്മൾ ആ പറയണ പോലെ ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്യണം. പിന്നെ വിറ്റാമിൻ ഗുളിക വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ വിറ്റാമിൻ ഒത്തിരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളാവും. പിന്നെ വിറ്റാമിൻ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാത്ത കാലം വരും. അപ്പോൾ വിറ്റാമിൻ ഗുളിക കഴിക്കണം. മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിച്ചാൽ നമുക്ക് ആ ബയോട്ടിനൊക്കെ കഴിച്ചാൽ മുടി അങ്ങ് നല്ല ഭംഗിയിലാവുള്ളൂ. മസാജിങ്ങും വേണം. ഇവിടെയൊക്കെ മുടി ഇനി ശക്തമായിട്ടുണ്ടാകാൻ, ഇത് ഇവിടെയൊക്കെ നന്നായിട്ട് മുടി ഉണ്ടായിട്ടുണ്ട്. ഇത് പോരാ. കൈകാര്യം ചെയ്തേക്കണതിൽ ഞാൻ തൃപ്തിയല്ല. ഇത് ഭയങ്കര ഡ്രൈ ഹെയർ, കാണുമ്പോൾ സിൽക്കി ഹെയർ പോലെ തോന്നുമെങ്കിൽ ഭയങ്കര ചെട പിടിക്കുന്ന മുടിയാണ്. അപ്പോൾ ഈ മുടി നമ്മൾ നന്നായിട്ട് എപ്പോഴും ഷാമ്പൂ, കണ്ടീഷണർ, സിറം ഒക്കെ യൂസ് ചെയ്യണം. നന്നായിട്ട് യൂസ് ചെയ്യണം. കാരണം ഇത്രയും ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരിയൊന്നും പോരാ. അപ്പോൾ അത് യൂസ് ചെയ്താൽ ആ മുടി അത്രയും നല്ല കണ്ടീഷനിലാവുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നവർ നമ്മൾ എൻ്റെ കിടക്കണ പോലെ കിടക്കണമെങ്കിൽ അതുപോലെ സാധനം യൂസ് ചെയ്യണം. അപ്പോൾ സ്പായൊക്കെ എല്ലാം ചെയ്യണം, അല്ലാണ്ട് ഒന്നും രക്ഷയില്ല. ആഫ്റ്റർ കെയർ മസ്റ്റാട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ടില്ല ചെട പിടിച്ച മുടി, ആ തൊടുമ്പോൾ ഒഴുകണം. നാനോപ്ലാസ്റ്റി ചെയ്ത് ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇത് ആളെ ഓർമ്മ വന്നു, പക്ഷെ ചെയ്ത സംഭവങ്ങൾ താഴെയൊക്കെ എവിടെയോ ചെയ്തതായിരുന്നു. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഹെയർ ലാക്സിങ് ചെയ്തു, പിന്നെ ഒരു പ്രാവശ്യം നാനോപ്ലാസ്റ്റി ചെയ്തു. അങ്ങനെയൊക്കെ പലതും ചെയ്ത മുടിയായിരുന്നു. അപ്പം ഇങ്ങനെ പല സെഷൻ ചെയ്ത കാരണം നാനോപ്ലാസ്റ്റി തന്നെ പിന്നെ ഇപ്പം ചെയ്തേക്കണേ. കാരണം നാനോപ്ലാസ്റ്റി ആകുമ്പോൾ മൊത്തം മുടിക്ക് ചെയ്യാം, താഴെ വരെ ഡ്രൈ ആകും. ഹെയർ ലാക്സിങ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്ത മുടിയെ പിന്നെ ചെയ്യുമ്പോൾ ഡ്രൈനെസ് ഒത്തിരി കൂടും, കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അങ്ങനത്തെ മുടിയൊക്കെ കൈ അടിക്കുമ്പോൾ ഇതിപ്പോൾ അതേ എന്നാ ഡ്രൈ ചെയ്ത് എന്തൊരു സോഫ്റ്റ് ആയിപ്പോൾ അടിപൊളി. എൻ്റെ അപ്പോൾ കൈ ഇങ്ങനെ അടിപൊളി. കൈ എടുക്കൂല കുറേ ദിവസത്തേക്ക് ഇങ്ങനെ 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 സൂപ്പറായിട്ട്. ഇത് പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു അനുസരണയില്ല. അതിനൊരു വടി വെട്ടി വയ്ക്കാൻ പോവാം. ചുമ്മാ നമ്മൾ പറഞ്ഞാൽ ഒരു പ്രിയം കഴിക്കില്ല. ബയോട്ടിനോ സിങ്കോവൈറ്റോ ഒക്കെ കഴിച്ചിട്ട് വന്ന ഉള്ളു സോഫ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഉള്ളു നമ്മൾ സോഫ്റ്റ് ആക്കണം കേട്ടോ. ഡ്രൈനെസ് നമുക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടാകും. ഡ്രൈനെസ് കൊള്ളൂല. നമ്മളിങ്ങനെ നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസുകൾ, ABC ഇങ്ങനെ ജ്യൂസ്, ഇലക്കറികൾ, പച്ച കളറുള്ള ഫുഡ്, പിന്നെ ഇച്ചിരി ആയുർവേദ ഈ ബ്ലഡ് ഉണ്ടാകാനൊക്കെ എന്തോ കഷായമൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ദിവസം കുടിച്ചിട്ട് അത് നല്ലതാണ്. നീ കുടിക്കണം. ഒരു 4-5 ബോട്ടിൽ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കുടിക്കാനൊക്കെ പറയും. നമ്മളെപ്പോഴും നമുക്ക് ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനും നമുക്ക് രക്തം ഉണ്ടാകാനും ഉള്ളിലെ ഡ്രൈനെസ് കുറയാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് എനിക്ക് കണ്ടോ, ഒന്നാമത് ഈ വണ്ണമുള്ളവർ ആഹാരവും കഴിക്കില്ല, ഒന്നും കാണില്ല വണ്ണമുള്ളവർക്ക്. ഈ വണ്ണെന്ന് പറയുമ്പോൾ പട്ടിണി ഇരുന്നോണ്ടിരിക്കും, വണ്ണവും കുറയൂല, കൂടുതൽ ചികിർത്തോണ്ടിരിക്കുകയും ചെയ്യും. അയാൾ D3 ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ എല്ലാം ചെയ്ത് അടുത്ത തവണ പനങ്കൊലയായിട്ട് ഇതിൽ കൂടുതൽ പനങ്കൊലയാവും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭംഗിയാ, എന്ത് രസമായി, അടിപൊളി. തൊടുമ്പോൾ ഇങ്ങനെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞതൊക്കെ ചെയ്യണം. അപ്പോഴാണ് പനങ്കൊല ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് മൾട്ടി വിറ്റാമിൻ ഉള്ളിൽ ചെന്നാലും ആണ്. ഉള്ളിൽ തന്നെയിൽ ചെല്ലണ്ടേ. ഈ വണ്ണവും പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും മനുഷ്യർ തിന്നൂല. വണ്ണം കുറഞ്ഞവർ നന്നായിട്ട് തിന്നും, അവർക്ക് എല്ലാ ഹീമോഗ്ലോബിനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടല്ല, ഒത്തിരി അകലെന്ന് രണ്ടാമത്
ഇവിടെ വരെ വന്നത് എൻ്റെ യേശുവേ. അപ്പോൾ ശരി എന്ന്. ഇത് നമ്മൾ തന്നെ ചെയ്യണതാട്ടോ. ഇതൊക്കെ പണ്ടത്തെ മുടിയാട്ടോ. എല്ലാ ആഫ്റ്റർ കെയർ നല്ല പറഞ്ഞ പോലെ കേൾക്കണം കൊച്ചാണ്. നിറച്ച് മുടിയുണ്ടോ, നിറച്ച് ഒരു ഓട്ടയൊക്കെ ആയായിരുന്നു, നിറച്ച് മുടി ഉണ്ടായിരുന്നു, പെട്ടെന്ന് നീളണ കൊച്ചാ. ഇത് എൻ്റെ കൊച്ച് തന്നെയാട്ടോ, എൻ്റെ കൊച്ച് തന്നെയാണ്. അത് കാരണം ഇങ്ങനെ നേരത്തെ മുതൽ നമ്മുടെ കടയിലെ ആളാണ്, കസ്റ്റമറാണെന്നോ. കസ്റ്റമർ എന്നല്ല ഞാൻ പറയില്ല, പണ്ടത്തെ കസ്റ്റമറല്ലായിരുന്നു. എല്ലാം സ്വന്തം കൂടപ്പുറപ്പ് പോലെ. അവർ കൂടപ്പുറപ്പ് പോലും ഞാൻ സഹായിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മളെ ഈ രേവതി എന്ന് പറഞ്ഞ കടയുടെ ഒരു ഇങ്ങനെ ഓരോരുത്തർ സഹായിച്ച് ശരിയാവുന്നു. അതിൻ്റെ ഒരു മെയിൻ ആളാണ്. ഹോം സയൻസിൽ പെയിൻറ്റിങ്ങൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന കൊച്ചായിരുന്നു. അപ്പോൾ കണ്ടോ, ഈ മുടിയുടെ ഇവിടെ കുറച്ച് വെട്ടി കളയുക. അന്ന് മേരിക്കിങ്ങനെ ഇപ്പട്ടം പോലെ മുടിയാണ്. മേരി ഭയങ്കര പെയിൻറ്റിങ്. ഹോം സയൻസ് പഠിക്കാനായി ആദ്യ കാലത്ത് ഞാൻ കുറച്ച് പിള്ളേരെ ഫേവറേറ്റ് പെയിൻറ്റിങ് ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട്. അന്നേരം മേരി പഠിക്കാൻ വന്നു. പിന്നെ മേരി പഠിപ്പിക്കാൻ എല്ലാവർക്കും മേരി അല്ല പെട്ടെന്ന് പഠിച്ചെടുക്കും. മേരി ഒരു എൻ്റെ പോലെ ഞാൻ പള്ളിയിലൊക്കെ പെയിൻറ്റിങ്ങും പള്ളിയൊക്കെ മേരി വരച്ചതെന്ന് ഞാൻ വരച്ചാന്ന് പറഞ്ഞ് കൊടുത്തു. ഭയങ്കര പിടിക്കാണ് ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ. എൻ്റെ അമ്മ ജോലി പറഞ്ഞു ഭയങ്കര ഒരു ഉസ്താദാണ്. അപ്പോൾ ഒത്തിരി പേര് മേരി പഠിപ്പിക്കുന്ന കാലത്ത് ഒത്തിരി പേര് പഠിക്കാൻ പറ്റുമായിരുന്നു. ഹോം സയൻസ്, മെറ്റലബോസിങ് എല്ലാം ഒരു ഇതായിരുന്നു, സംഭവമായിരുന്നു. അപ്പോൾ മേരിക്ക് അന്ന് ഇവിട്ടാൻ പോലെ മുടിയാണ്. അതിങ്ങനെ വള്ളി പോലെ പെട്ടെന്ന് നീളും. ഇത്ര വെച്ച് വെട്ടിയാലും മേരിക്ക് പിറ്റേ 2 മാസം കഴിഞ്ഞതിന് അല്ലേ പെട്ടെന്ന് നീളും. ഉള്ളില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തിക്നെസ് ഒക്കെ ആയി തുടങ്ങിട്ടോ. മേരി പിന്നെ മൾട്ടി വിറ്റാമിൻ ഒക്കെ എടുക്കണ്ട. അതൊക്കെ നമ്മളങ്ങനെ അങ്ങ് ഫോളോ അപ്പ് ചെയ്യില്ലോ. പിന്നെ സ്പായും ആഫ്റ്റർ കെയർ എല്ലാം യൂസ് ചെയ്യണ്ട. അപ്പോൾ നന്നായിട്ട് മുടിയൊക്കെ ആണ്ട് നല്ല തിക്നെസ് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ പഴയ മുടിയൊക്കെ വെട്ടിക്കാണും. അപ്പം മുടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. മുടി പോണതിന് പകരം നിറച്ച് ഉണ്ടായിക്കോളും. നിറച്ച് തിക്നെസ് വരും. ശരിക്കും കണ്ടല്ലോ അല്ലേ തിക്നെസ്. ഇപ്പം ആവശ്യത്തിന് മുടിയായില്ലേ, ഇവിടെയൊക്കെ നല്ല മുടിയായില്ലേ. ഇനി ഇത് പണ്ടത്തെ മുടിയൊക്കെ കുറച്ച് വെട്ടിക്കളയണം. ഇത്രയൊക്കെ വെട്ടിക്കാണും. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. മേരിക്കുഞ്ഞിൻ്റെ മുടി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ഈ മുടിയൊക്കെ ഇപ്പോൾ സോഫ്റ്റായി, പൊട്ടലൊക്കെ താണു. പക്ഷേ എങ്കിൽ ഈ തലേന്ന് കെളുത്ത് വന്നേക്കണേ നമ്മൾ ചെയ്യാത്ത മുടി കംപ്ലീറ്റ് പൊട്ടലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്നായാലും ഡീഗ്രിയൊക്കെ ടെസ്റ്റ് ചെയ്യണം. പറഞ്ഞ പോലെ സിങ്കോവൈറ്റും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കിടെ ആരോഗ്യം ഈ ആശാത്തിന് മുടിക്കൊരു ഗ്ലോ കണ്ടുണ്ടാകും. പണ്ടൊക്കെ ഞാൻ കല്യാണത്തിന് മുമ്പത്തെ കാര്യമൊക്കെ അത് കേൾക്കുമ്പോൾ മേൽക്കുലി കൂടെ പറയും അത് പണ്ട് കല്യാണത്തിന് മുമ്പത്തെ കാര്യങ്ങൾ വർഷങ്ങൾ 10-20 വർഷമൊക്കെ ആയി കല്യാണം കഴിഞ്ഞിട്ട്. 20 വർഷം മുമ്പത്തെ കഥയായിട്ട് പറഞ്ഞത്. അന്ന് തിളക്കമുണ്ടാണ്. തിളക്കം കുറഞ്ഞത് നമ്മൾ തിളക്കമൊന്നും കുറയാൻ പാടില്ല. എൻ്റെ മുടിക്കൊന്നും വലിയ തിളക്കമില്ലായിരുന്നു. ഡ്രൈ ഹെയറായിരുന്നു. ഇതൊക്കെ നല്ല തിളക്കത്തിൽ ഉള്ളിലായിരുന്നെങ്കിലും നീണ്ടു കിടന്നാണ്. അപ്പോൾ തിളക്കം നഷ്ടപ്പെട്ടപ്പോൾ ഹെൽത്ത് കുറവാണ്. നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാധ്യ ഫുഡ് കൺട്രോൾ ചെയ്യണോ, സ്ലിം ആയിട്ടിരിക്കണോ, നല്ല അന്ന് ഇങ്ങനെ കെട്ടിക്കണമെന്ന് വിചാരമൊന്നും ഇല്ലായിരുന്നു. അന്ന് ഡയറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോഴാണ് കൊണ്ടുപിടിച്ച് സ്ലിം ബ്യൂട്ടി ആയിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വിറ്റാമിൻ കുറയുമല്ലോ. അപ്പം അതിൻ്റെ ഇപ്പം കണ്ടോ അറ്റപ്പടി അങ്ങ് വെട്ടിക്കളഞ്ഞു. മുടി ഉള്ളെന്ന് നമുക്ക് തിക്കായിട്ട് കിടക്കട്ടെ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് സ്പായൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം മുടി നന്നായിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ ആഫ്റ്റർ കെയർ ഷാമ്പൂ ഇതെല്ലാം യൂസ് ചെയ്യണം. പിന്നെ മൾട്ടി വിറ്റാമിൻ D3 ടെസ്റ്റ് ഞാൻ എപ്പോഴും പറഞ്ഞത് എനിക്ക് പറ്റിയ എൻ്റെ പല്ലെല്ലാം പോയി, അത് ഇത് മുടി നരച്ചു, ഇതൊന്നും നിങ്ങൾക്ക് വരാതിരിക്കാനായി എനിക്ക് എന്തിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ D3 ടെസ്റ്റ് ചെയ്യണം, D3 ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പനങ്കല ഉണ്ടാകണ്ടേ. അപ്പോൾ പനങ്കല ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അതെ മുടി മുഖം കാണിച്ച കൊച്ചാർന്നല്ല മറന്നു പോയി. നമ്മുടെ കൊച്ചല്ലേ. അപ്പോൾ ഭയങ്കര ചേഞ്ച് വന്നില്ലേ. ആശാത്തിക്ക് ഇങ്ങനെ ചെയ്താലാണ് ഭംഗി. പിന്നെ മുടിയുടെ അതെ ഇവിടെ വരെ കിടന്ന മുടിയാട്ടോ. വെട്ടി മുടി വളർത്തുന്ന മുടി വീഴ്ചയില്ല, പെട്ടെന്ന് നീളും. പക്ഷെ വാല് പോലെ കിടക്കണമെന്ന് പറഞ്ഞാൽ വെട്ടിയത് പെട്ടെന്ന് നീളും. എനിക്കും ഇപ്പം എൻ്റെ തടി കുറഞ്ഞാൽ എനിക്ക് മുടി ഇങ്ങനെ ഇച്ചിരി വെട്ടിയിരുന്ന വലിയ ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി നീളം ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ആട്ടിയൊക്കെ ഇടുന്നുണ്ട്.
പക്ഷെ ഇപ്പൊ പുറത്തെ തടി ഇങ്ങനെ കാണുക, ഞാൻ സ്ലിം ആകട്ടെ, ഞാൻ വെട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ മുടി വെട്ടിപ്പോൾ ആൾക്കാർ വേറെ വെട്ടി, കഴിഞ്ഞ ദിവസത്തെ ഇത്രയും വെട്ടി. പക്ഷെ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചിരുന്നേ, ഞാൻ എല്ലാവരോടും പറയും എൻ്റെ മുടി വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ആരും ചോദിച്ചില്ല അത് എൻ്റെ മുടിയൊക്കെ വെട്ടി എന്തിനാന്ന് പറഞ്ഞു പോയില്ലേ. പക്ഷെ ഇത് തന്നെ അത് കുഴപ്പമില്ല, അങ്ങനെ പെട്ടെന്ന് നീണ്ടോളും. മുടി എന്ന് പറയുന്ന സാധനം നഖമൊക്കെ വെട്ടിയാൽ നീളുന്ന സംഭവമാണ്. അതിങ്ങനെ വലിയ എൻ്റെ മുടി വെട്ടിയോ വളരുവോ പോയോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ മനസ്സ് ഫ്രീ ആയിട്ട് ആഹാരം കഴിച്ചാലേ മുടി ഉണ്ടാവുള്ളൂ. പച്ച കളറുള്ള ഫുഡ്, ഇലക്കറി, പച്ച കളറിലെല്ലാം കഴിച്ചാൽ മുടി നന്നായിട്ടുണ്ടാവും. മുട്ട എല്ലാം കഴിച്ചു. അപ്പം ശരി.